ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമുക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചീനച്ചട്ടിയാണ്. അതിലേക്ക് നമുക്ക് ഈ ഒരു ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നന്നായിട്ടൊരു 3-4 വട്ടം കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയൊക്കെ എടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് വെറുതെ ചീനച്ചട്ടിയിൽ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. എല്ലാ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉണക്കച്ചെമ്മീനെ നമുക്ക് രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. കുറച്ച് കൂട്ടാനിലേക്കും കുറച്ചൊന്നും നമുക്ക് വേറൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൺചട്ടിയിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് കേട്ടോ. പച്ചമാങ്ങ നമ്മളിവിടെ നിറത്തിരി കാണുന്നുണ്ട്, പക്ഷേ അത് നല്ല അത്യാവശ്യം പാകത്തിന് പുളിപ്പുള്ള ഒരു മാങ്ങയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർത്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 2 കൈപ്പിടിയോളം ചക്കക്കുരുവാണ്. ഈ ചക്കക്കുരു വേവിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക്. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചെമ്മീൻ ഈ ഒരു സമയത്തേക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളകും കൂടി എരിവിന് ആവശ്യമുള്ളതും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. ഇനി അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. കാരണം മാങ്ങയും ചക്കക്കുരു ഓൾറെഡി നമ്മൾ കുക്കറിൽ ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചതാണ്. എന്നാലും മാങ്ങയും ഈ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ടതുള്ളത് കൊണ്ട് നമ്മളതിന് ആ ഒരു കഷ്ണത്തിൻ്റെ മുകളിൽ മാത്രം വെള്ളം നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളമൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് തീ പാകത്തിന് മീഡിയത്തിന് വെച്ചുകൊണ്ട് തന്നെ വേവിച്ചൊന്ന് എടുക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചെമ്മീൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം കേട്ടോ. അപ്പോൾ അതാണ് അതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ ആ ഒരു കഷ്ണം വേവുന്നതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങയും അതേപോലെ തന്നെ ലേശം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. കാരണം അത് രണ്ടും ഒരേ കളറായതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും തേങ്ങയും കൂടിയാണ് ഇപ്പോൾ ചേർത്ത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 2 ചെറിയ ഉള്ളിയും കൂടിയിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടതായിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നതാണ് പാകത്തിന്, അതായത് അരച്ചെടുക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു വെള്ളവും കൂടിയിട്ട് ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമ്മളിത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നേരത്തെ നമ്മൾ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്കൊരു കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണവും കൂടി കിട്ടും. അങ്ങനെ അരച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ കഷ്ണങ്ങളൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെല്ലാം വെന്തിട്ടുണ്ടോ. ചക്കക്കുരുവൊക്കെ കറക്റ്റ് പരുവത്തിന് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇത്തിരി കറിയിലേക്കൊക്കെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലായല്ലോ. മാങ്ങയും അതേപോലെ ചക്കക്കുരുവും നമ്മുടെ ഉണക്ക ചെമ്മീനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു അരപ്പ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിലെ മസാലയൊക്കെ പൂർണ്ണമായിട്ട് ഇതിലേക്കിട്ടതിന് ശേഷം തന്നെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ആ പാത്രം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ബാക്കി നിന്നിട്ടുള്ള ആ ഒരു മസാലയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ കറിക്ക് വേണ്ട ആ ഒരു വെള്ളത്തിൻ്റെ അളവ് അതിനനുസരിച്ച് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. കാരണം നല്ല ലൂസായിട്ട് കറിയുടെ ആവശ്യമില്ലല്ലോ, എന്നാൽ നല്ല തിക്കായിട്ടും ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഏത് അളവിലാണോ സാധാരണ ഒരു കറി ഉപയോഗിക്കാറുള്ളത് വെച്ചാൽ ആ ഒരു അളവിലേക്ക് വേണ്ടത് മാത്രമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോഴും പറയുന്നു, ഉപ്പ് അതേപോലെ തന്നെ എരിവ്, ഈ 2 സാധനവും എത്രയാണോ അവനവന് വേണ്ടത് അതിനനുസരിച്ച് തന്നെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക.
നന്നായിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കറിവേപ്പിൻ്റെ ഇല കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഒന്നുകൂടിയിട്ട് ലേശം കൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് താഴ്ത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇത് അസ്സലായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ അരപ്പും കാര്യങ്ങളൊക്കെ അതിലേക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആ ഒരു കറിയുടെ തിക്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ല വെള്ളമായിട്ടും അല്ല, എന്നാൽ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കറിയല്ല. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വറുത്തിടുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണയാണ് ചേർത്തത്. അതായത് 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട, അതായത് ചെറിയ ഉള്ളി ഒരു 5ഓ 6എണ്ണോ വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണെന്ന് വെച്ചാൽ നന്നായിട്ട് അതിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായ സമയത്ത് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ കുറച്ച് ഉലുവയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അതും കൂടി ആവുമ്പോഴാണ് ബാക്കി നമുക്ക് ചേരുവകൾ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കടുകും പിന്നെ ഇപ്പോൾ രണ്ടാമത് കുറച്ച് ഉലുവയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അസ്സലായിട്ട് തന്നെ കടപടപടാതെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പൊട്ടലൊക്കെ ഒന്ന് ശാന്തമാവുമ്പോൾ നമുക്ക് അടുത്ത ആളെ ഇറക്കാം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ മണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പാകത്തിന് ബ്രൗൺ ആവുന്നവരേക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം തീരെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റേ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ കടുകാണെങ്കിലും ഉള്ളിയാണെങ്കിലും നമ്മളുടെ ആ ഒരു വറുത്തെടുക്കുന്ന പരുവത്തിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗൺ നിറത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങനെ നമ്മുടെ കറിയുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത് കൊട്ടിയത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമേ വേണ്ടുള്ളൂ. എപ്പോഴും കറിയിൽ നമ്മൾ താളിച്ച് കഴിഞ്ഞതിന് ശേഷം കൈയോടെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. ആ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ചെമ്മീനും മാങ്ങയും ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. സാധാരണ നാടൻ കറിയാണ്, ചിലപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.